കഴിഞ്ഞ ദിവസം മിഡ് ക്യാപ് സ്റ്റോക്ക് ആയിട്ടുള്ള അശോക് ലെയ്ലാൻഡ് ഓഹരികളുടെ മുന്നോട്ടേക്കുള്ള സാധ്യതകളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ CV, ട്രാക്ടർ, ഓഫ് റോഡ് സെഗ്മെന്റിൽ ഡിമാൻഡ് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മീഡിയം ടേമിൽ ഈ സ്ഥിതി തുടരും എന്നതും അനലിസ്റ്റുകൾ ഉറപ്പാക്കുന്നു. വിവിധ സ്കീമുകളും ഇൻസെന്റീവുകളും നൽകിക്കൊണ്ട് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയെ ഗവൺമെന്റ് പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇന്ന് ഈ അനുകൂല ഘടകങ്ങളിൽ ഗുണം ലഭിക്കാൻ പോകുന്ന മറ്റൊരു സ്മോൾ ക്യാപ് ഓട്ടോമോട്ടീവ് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാം. ഒരുപക്ഷെ ഓട്ടോമൊബൈൽ സെക്ടറിൽ നിക്ഷേപകർ അധികം ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത മൾട്ടി ബാഗറായി മാറിയിട്ടുള്ള ഒരു കുഞ്ഞൻ കമ്പനി ടാൽബ്രോസ് ഓട്ടോമോട്ടീവ് കമ്പനീസ് ലിമിറ്റഡ് എന്നാണ് കമ്പനിയുടെ പേര്. ഗ്യാസ്കറ്റ്സ്, ഫോർജിംഗ് പ്രൊഡക്റ്റുകൾ മുതലായ ഓട്ടോ കോമ്പണൻസ് പ്രൊഡക്റ്റുകളാണ് കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത്. ആഗോള തലത്തിൽ തന്നെ പല റെപ്യൂട്ടഡ് കമ്പനികളുമായും ടൈപ്പ് ഉള്ള ഒരു കുഞ്ഞൻ കമ്പനി. 1956 സ്ഥാപിതമായ കമ്പനിക്ക് ഫോർജിങ്സ്, ഗ്യാസ്കറ്റ്സ് എന്നിവ കൂടാതെ ഹീറ്റ് ഷീൽഡ്സ്, ചേസിസ്, സസ്പെൻഷൻ സിസ്റ്റം, ആന്റി വൈബ്രേഷൻ കോമ്പണൻസ്, ഹോസസ് തുടങ്ങി വൈവിധ്യമാർന്ന പ്രൊഡക്റ്റ് പോർട്ട്ഫോളിയോ ആണ് ഉള്ളത്. അതിനാൽ തന്നെ പാസഞ്ചർ വെഹിക്കിൾസ്, കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ്, 2 വീലേഴ്സ്, 3 വീലേഴ്സ്, അഗ്രികൾച്ചർ മെഷീനറി, ഓഫ് ലോഡേഴ്സ്, ഇൻഡസ്ട്രിയൽ വെഹിക്കിൾസ് എന്നിങ്ങനെയുള്ള എല്ലാ ഓട്ടോമൊബൈൽ സെഗ്മെന്റിലും സേവനങ്ങൾ നൽകാൻ സാധിക്കുന്നുണ്ട്. മീഡിയം ടേമിലേക്കുള്ള കമ്പനിയുടെ വളർച്ച ശക്തമാകുന്നു എന്ന് തെളിയിക്കുന്ന ധാരാളം അനുകൂല ഘടകങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഹീറ്റ് ഷീൽഡ്സ് പോലുള്ള നൂതനമായ പ്രൊഡക്റ്റുകൾ തുടർച്ചയായി കമ്പനി അവതരിപ്പിക്കുന്നുണ്ട്. നോൺ ഓട്ടോമോട്ടീവ് സെഗ്മെന്റിൽ നിന്നും ഓർഡറുകൾ ലഭിക്കുന്നതിൽ വർധനവും ഉണ്ടാകുന്നുണ്ട്. ക്ലയന്റ് ബേസ് കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. E20 ബയോഫ്യൂവൽ ഹോസസുകൾ നിർമ്മിക്കാനും കമ്പനി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം തന്നെ ശക്തമായിട്ടുള്ള വളർച്ച കൈവരിക്കുന്നതിന് സഹായിക്കും. 2027ഓടെ കയറ്റുമതി വർദ്ധിപ്പിക്കാനും കൂടുതൽ ഓർഡറുകൾ കരസ്ഥമാക്കാനും കമ്പനി ഇപ്പോൾ ലക്ഷ്യമിടുന്നുണ്ട്. ഈ ഒരു തീരുമാനം വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. 2027ഓടെ കമ്പനിയുടെ ഗ്രൂപ്പ് ലെവൽ വരുമാനം 2100 കോടി രൂപയാക്കി ഉയർത്താനാണ് ലക്ഷ്യം. കൂടുതൽ പുതിയ മാർക്കറ്റുകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യാനും വേണ്ടിയിട്ടും കമ്പനി പുതിയ ടെക്നോളജിയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും കസ്റ്റമർ ബേസ് ഉയർത്താനും ഫ്യൂച്ചർ ഗ്രോത്ത് ഉറപ്പാക്കാനുള്ള ഊർജിത ശ്രമങ്ങൾ ഒക്കെ തന്നെ കമ്പനി ഇപ്പോൾ നടത്തുന്നുണ്ട്. 2024 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 980 കോടി രൂപയുടെ ഓർഡറുകൾ കരസ്ഥമാക്കാൻ കമ്പനിക്ക് സാധിച്ചിരുന്നു. ഇതിൽ 475 കോടി രൂപയുടെ ഓർഡറുകൾ EV മേഖലയിലും 415 കോടി രൂപയുടെ ഓർഡറുകളാകട്ടെ കയറ്റുമതി ചെയ്യുന്നതിലേക്കുമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഓർഡറുകൾ അടുത്ത 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലും 400 കോടി രൂപയുടെ ഓർഡറുകൾ കരസ്ഥമാക്കാൻ കമ്പനിക്ക് കഴിഞ്ഞിരുന്നു. 2023 നവംബറിൽ 580 കോടി രൂപയുടെ പുതിയൊരു കരാർ കൂടി ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ കരാർ 2025 സാമ്പത്തിക വർഷത്തിലാണ് നടപ്പിലാക്കാൻ ആരംഭിക്കുക. അതായത് ജോയിന്റ് വെഞ്ചർ കമ്പനികൾ ഉൾപ്പെടെ ഇന്ത്യയിലും പുറത്തുമായി വിവിധ പ്രൊഡക്റ്റ് സെഗ്മെന്റുകളിലായി 1000 കോടി രൂപയിലും അധികം ഓർഡറുകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മാത്രം കമ്പനി സ്വന്തമാക്കിയിട്ടുണ്ട്. 2027ഓടുകൂടി 2200 കോടി രൂപയുടെ വരുമാനമാണ് ലക്ഷ്യമിടുന്നത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതിനായി ടാൽബ്രോസ് 2.0 എന്ന എക്സ്പാൻഷൻ പ്ലാൻ ആണ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ പ്ലാൻ പ്രകാരം 2027 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും എക്സ്പോർട്ട് 25% നിന്നും ഏകദേശം 35% ഉയർത്തും. എബിഡ മാർജിൻ 100 മുതൽ 200 ബേസിസ് പോയിന്റ് ഉയർത്താനും ഒപ്പം ROCE 20%-ലധികമാക്കി ഉയർത്താനും പ്രവർത്തിക്കും. ഇതിനു വേണ്ടിയുള്ള കാപെക്സ് ഇന്റേണൽ ഫണ്ട് ഉപയോഗിച്ച് തന്നെ വിനിയോഗിക്കും. ഒപ്പം ബാധ്യതകൾ 100 കോടി രൂപയിൽ താഴെ നിലനിർത്താനും ശ്രദ്ധിക്കും. നിലവിൽ കമ്പനിയുടെ വരുമാനത്തിന്റെ 2% മാത്രമാണ് EV സെഗ്മെന്റിൽ നിന്നും ലഭിക്കുന്നത്. ഇത് 12% ഉയർത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. അടുത്ത 4 വർഷത്തിനുള്ളിൽ 205 കോടി രൂപയുടെ കാപെക്സ് വിനിയോഗിക്കാനാണ് കമ്പനിക്ക് പദ്ധതി. ഗ്യാസ്കറ്റ്സ്, ഫോർജിങ്സ് ബിസിനസ്സിൽ വർദ്ധിച്ചു വരുന്ന ഓർഡർ ഇൻഫ്ലോയെ മുന്നിൽ കണ്ടുകൊണ്ട് തങ്ങളുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിനെ എക്സ്പാൻഡ് ചെയ്യാനാണ് ഫണ്ട് ഉപയോഗിക്കുക. ഒപ്പം ഫോർജിംഗ് ഡിവിഷനിൽ അടുത്ത 4 വർഷത്തിനുള്ളിൽ 60 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. CV വാഹന വിൽപ്പന പ്രീ പാൻഡമിക് ലെവലിന് മുമ്പുള്ള കുതിപ്പിലേക്ക് തന്നെ തിരിച്ചെത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒപ്പം പാസഞ്ചർ വെഹിക്കിൾ, ട്രാക്ടർ സെയിൽസിലും വർധനവുണ്ടാകുന്നുണ്ട്. PV സെയിൽസ് 4 മുതൽ 6% ഇനി മുന്നോട്ടേക്ക് വർദ്ധിക്കാമെന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. 2 വീലർ സെയിൽസിൽ 7 മുതൽ 9% വരെ വളർച്ച ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. CV സെയിൽസ് 4 മുതൽ 6% വരെ വർധനവുണ്ടാകുമെന്നും അനുമാനിക്കുന്നു. ട്രാക്ടർ സെയിൽസ് ആകട്ടെ 5 മുതൽ 7% വരെ വളർച്ച കൈവരിക്കുമെന്നും കണക്കാക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഓട്ടോ സെഗ്മെന്റിലെ വളർച്ചാ അനുമാനങ്ങൾ
ടാൽബ്രോസ് അടക്കമുള്ള ഓട്ടോ ആൻസിലറി കമ്പനികളുടെ ലാഭക്ഷമതയെ ബൂസ്റ്റ് ചെയ്യുമെന്നതിൽ സംശയമില്ല. ലൈറ്റ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, ഹെവി കൊമേഴ്ഷ്യൽ വെഹിക്കിൾ, ഒപ്പം ഓഫ് റോഡ് സെഗ്മെന്റ് പ്രൊഡക്റ്റുകൾ എന്നിവയുടെ ഉൽപ്പന്നങ്ങൾ ജപ്പാൻ, റഷ്യ എന്നീ പുതിയ രാജ്യങ്ങളിലേക്ക് കൂടി കയറ്റുമതി ചെയ്യാൻ കമ്പനി ഇപ്പോൾ പദ്ധതിയിടുന്നുണ്ട്. UK, നോർത്ത് അമേരിക്ക എന്നിവിടങ്ങളിലേക്കും എക്സ്പോർട്ട് വ്യാപിപ്പിക്കാനും ശ്രമങ്ങളുണ്ട്. സമീപകാലത്തായിട്ട് കമ്പനി ലൈറ്റ് വെയ്റ്റ് അലുമിനിയം ഹീറ്റ് ഷീൽഡുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി സൻവ എന്ന കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഓട്ടോമോട്ടീവ് ആപ്ലിക്കേഷനുകളിൽ പ്രത്യേകിച്ചും PV സെഗ്മെന്റിൽ ഉപയോഗിക്കുന്ന ഹീറ്റ് ഷീൽഡ് പ്രോമിസിംഗ് ഫ്യൂച്ചറിസ്റ്റിക് പ്രൊഡക്റ്റ് തന്നെയാണ് എന്നതിൽ സംശയമില്ല. ഇത്തരം പുതിയ പ്രൊഡക്റ്റുകൾ അവതരിപ്പിക്കുന്നതിനാൽ തന്നെ അടുത്ത 3 വർഷത്തിനുള്ളിൽ PV സെഗ്മെന്റിന്റെ കോൺട്രിബ്യൂഷൻ 2% നിന്നും 11% ഉയർന്നേക്കാമെന്ന് കമ്പനി കരുതുന്നുണ്ട്. ഇനി കമ്പനിയുടെ പ്രധാന റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്ടോ ആൻസിലറി കമ്പനീസിന്റെ പ്രവർത്തനങ്ങൾ പൊതുവെ ഒരു ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നമായ ഗ്യാസ്കറ്റുകൾ നിർമ്മിക്കാൻ 40-ലധികം റോ മെറ്റീരിയൽസ് ആവശ്യമാണ്. ഇത് ജർമ്മനി, US, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുമാണ് ഇറക്കുമതി ചെയ്യുന്നത്. പ്രശ്നം വരുന്നത് ഇൻവെന്ററി മാനേജ്മെന്റ് പ്രോപ്പറായി നിലനിർത്തണം എന്നുള്ളതാണ്. അടുത്ത ഒരു 3-4 മാസത്തേക്ക് ഇൻവെന്ററി കീപ്പ് ചെയ്യേണ്ടത് അനിവാര്യമായതിനാൽ ഇതിൽ എന്തെങ്കിലും കാലതാമസം നേരിടുകയോ മറ്റോ ചെയ്താൽ അത് പ്രവർത്തനങ്ങളിൽ ബാധിച്ചേക്കാം. ഒപ്പം കമ്പനിയുടെ പ്രധാന റോ മെറ്റീരിയൽ ആയിട്ടുള്ള സ്റ്റീലും അയണുമാണ്. ഈ രണ്ട് പ്രൊഡക്റ്റുകളുടെയും അല്ലെങ്കിൽ ഈ രണ്ട് ഉൽപ്പന്നങ്ങളുടെയും വിലയിൽ ഉണ്ടാകുന്ന വോളറ്റിലിറ്റി പ്രൈസ് റിസ്ക് ഉയർത്തും. ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനികൾക്കാണ് കമ്പനി പ്രധാനമായിട്ടും ഉൽപ്പന്നങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. ഇവിടെ 2 റിസ്ക് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, കോസ്റ്റ് ഉയർന്നാൽ അതിനനുസരിച്ച് ആ ചിലവ് കസ്റ്റമേഴ്സിലേക്ക് പാസ് ചെയ്യാൻ കമ്പനിക്ക് സാധിക്കില്ല. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ബാർഗൈനിങ് പവർ കുറവാണ്. അതോടൊപ്പം ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി സൈക്ലിക്കലാണ്. അതിനാൽ തന്നെ ഡിമാൻഡിലും ഈ ഒരു വോളറ്റിലിറ്റി ഉണ്ടാകും. മറ്റൊരു പ്രധാന റിസ്ക് കയറ്റുമതിയിലാണ്. 25% വരുമാനവും കയറ്റുമതിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് എന്നതിനാൽ രൂപയുടെ ഫ്ലക്ച്വേഷൻസ് വരുമാനത്തിൽ ബാധിക്കും. മറ്റൊരു സാധ്യതയുള്ളത് കമ്പനി കൂടുതൽ EV മേഖലയിലോട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് എന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. കമ്പനിയുടെ പ്രധാന ഉൽപ്പന്നമായ ഗ്യാസ്കറ്റ്സ് പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് EVയിൽ പരിമിതമായിട്ടുള്ള ഉപയോഗമാണുള്ളത്. അത് കമ്പനിയുടെ ഒരു റിസ്ക് ഉയർത്തുന്ന ഫാക്ടറാണ്. വിപണിയിലെ കമ്പനിയുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള റിട്ടേൺ കമ്പനി മുൻകാലങ്ങളിൽ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 163% റിട്ടേൺ ആണ് ഈ ഒരു കുഞ്ഞൻ കമ്പനി നൽകിയത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ കമ്പനി ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തിയിരുന്നു. 1:5 എന്ന റേഷ്യോയിലായിരുന്നു സ്റ്റോക്ക് സ്പ്ലിറ്റ് നടന്നത്. 10 രൂപ മുഖവിലയുള്ള ഓഹരിയെ 2 രൂപ മുഖവിലയുള്ള 5 ഓഹരികളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ലിക്വിഡിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാധാരണ ഒരു കമ്പനി സ്റ്റോക്ക് സ്പ്ലിറ്റ് നടത്തുക. ഏതായാലും ഓഹരി 311 രൂപയിലേക്ക് ഉയർന്നേക്കാമെന്നാണ് ഇപ്പോൾ HDFC സെക്യൂരിറ്റീസിലെ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത്. അതിനാൽ തന്നെ മീഡിയം ടേമിലേക്ക്, ഓർക്കുക, മീഡിയം കാലയളവിലേക്ക് ഓഹരിക്ക് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. മിനിമം 313 വരെയെങ്കിലും ഈ ഒരു സ്റ്റോക്ക് ഉയർന്നേക്കാമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ മാക്സിമം 343 വരെ ഓഹരി കുതിക്കാനുള്ള സാധ്യതയും അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതായാലും ഓഹരിയുടെ നമ്മളുടെ വിപണിയിൽ ഇന്നത്തെ ഒരു പ്രകടനം വിലയിരുത്തുകയാണെങ്കിൽ ഇന്നിപ്പോൾ 0.46% ഒരു ഇടിവോട് കൂടിയിട്ടാണ് ഓഹരി മുന്നോട്ട് പോകുന്നത്. കമ്പനിയുടെ കഴിഞ്ഞ ഒരു 1 വീക്കിലെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഡബിൾ ഡിജിറ്റ് റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞൊരു 1 മന്തിൽ 11% റിട്ടേൺ ആണ് സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്.